ഹായ് ഹലോ ആദിസ് വ്ലോഗിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ പറയണ്ടേ. അപ്പം ഇന്ന് നിരഞ്ജനയുടെ, അതായത് എൻ്റെ മോൾ നിരഞ്ജനയുടെ കോൺവൊക്കേഷനാണ്. അപ്പം അൽ-അസറിൽ നിന്ന് LLB പാസ്സായിട്ട് അവരുടെ ആ ഒരു ഫംഗ്ഷൻ ഇന്നാണ്. കോൺവൊക്കേഷൻ എന്നുള്ള ഫംഗ്ഷൻ ഇന്നാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് നിരഞ്ജനയുടെ ഒരു ഫ്രണ്ട് അഭിരാമിയുടെ വീട്ടിലേക്കാണ്. അപ്പം നിരഞ്ജനയും അഭിരാമിയും കൂടെ ഒരു 4 മണിയോടുകൂടി ഇവിടെ നിന്ന് സ്കൂട്ടറിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 8:30ക്ക് ഇവർക്ക് കോളേജിൽ എത്തണം കേട്ടോ. അപ്പം ഇപ്പം രാത്രി ഒരു 3-3:15 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അഭിരാമിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അഭിരാമിയും കൊണ്ട് ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടാണ് സ്കൂട്ടറിൽ പോകാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം എന്താ നിരഞ്ജന സാരി എല്ലാമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിരഞ്ജനയുടെ മേക്കപ്പൊക്കെ പകുതി കഴിഞ്ഞിട്ടാണ് നിരഞ്ജന അഭിരാമിയെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ കയറി തൊടുപുഴയിലേക്ക് പോവുകയാണ്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഞങ്ങളുടെ ഊഴമാണ്. അപ്പം ഞാനും സാറും അനിയനും മീൻസ് കൊച്ചണ്ണനും കവിതയും ബാലുവും കൂടെ അവരുടെ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പം സ്റ്റുഡൻസ് എല്ലാവരും 8:30ക്ക് തന്നെ വരണം, പേരൻസ് എല്ലാവരും 9:30ക്ക് വരണം. അപ്പം ഞങ്ങൾക്ക് ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. അപ്പോൾ പട്ടിക്കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരുങ്ങി തുടങ്ങാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും തയ്യാറായി കഴിഞ്ഞു. അപ്പം ഞങ്ങളിപ്പം ബൈക്കിലാണ് കേട്ടോ അങ്ങ് സാറിൻ്റെ കുടുംബ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അവരുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കവിതയും ബാലുവും അതിന് കൊച്ചണ്ണനുമാണ് കേട്ടോ കുടുംബ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പം ഞങ്ങളൊരു 5:30 മണിയോടുകൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് വെട്ടം വന്നിട്ടൊക്കെ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പോവുകയാണ് തൊടുപുഴ അൽ-അസർ കോളേജിലേക്ക് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ പോണ വഴിയും കാപ്പി കുടിയും ഒന്നും നിങ്ങളുടെയൊക്കെ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂറുണ്ട്. നല്ല ട്രാഫിക്കായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് കാപ്പിയെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിൽ നിന്ന് തെങ്ങണ വഴിയാണ് ഞങ്ങൾ, അതായത് കോട്ടയം ടച്ച് ചെയ്യാതെ ഏറ്റുമാനൂർ ടച്ച് ചെയ്താണ് ഞങ്ങൾ പാലയിലേക്ക് പോയത്. പാല ബൈപ്പാസ് വഴിയാണ് ഞങ്ങൾ കോളേജിലേക്ക് പോയത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 9:40 ആയപ്പോൾ അങ്ങ് എത്തി. പക്ഷേ നമ്മൾ കോട്ടയം വഴിയായിരുന്നു പോയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അൽ-അസർ കോളേജിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ളത്. ഡെൻ്റൽ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പോളിടെക്നിക്ക്, അങ്ങനെ ഒരുപാട് നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു കോമ്പൗണ്ടിനകത്താണുള്ളത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള വലതേ അറ്റത്താണ് നമ്മുടെ ലോ കോളേജ്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഫങ്ഷൻസ് ഒന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു. ഹൈക്കോടതി ജഡ്ജായിരുന്നു മുഖ്യ അതിഥി. അപ്പം അദ്ദേഹം ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡാർക്ക് പിങ്ക് സാരി ഉടുത്തേക്കുന്നത് ടീച്ചേഴ്സാണ് കേട്ടോ, നിരഞ്ജനയുടെയൊക്കെ ടീച്ചേഴ്സാണ്. അപ്പം ഞങ്ങൾ അവർ അറിയിക്കുകയാണ് 3ാമത്തെ നിലയിലാണ് പോയിരിക്കാനായിട്ട്, ലിഫ്റ്റൊക്കെ ഉണ്ട് പോകാനായിട്ടെന്നൊക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ എതിരേൽക്കുന്നതല്ല, അവർ ജഡ്ജിനെ എതിരേൽക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങളിതാ ലിഫ്റ്റിനകത്തേക്ക് വന്നപ്പോൾ ലിഫ്റ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറി പോയത് കേട്ടോ. അപ്പോൾ ഇത് ഓഡിറ്റോറിയമാണ്. അപ്പോൾ അതിൻ്റെ മുൻപന്തിൽ തന്നെ നമ്മുടെ അഭിരാമി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നിരഞ്ജന അവരുടെ ആ ഒരു കോട്ടും ഒരു ക്യാപ്പും ഒക്കെ വെച്ച് സൈഡ് റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബാക്കിലോട്ട് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളെല്ലാം ഗൗണൊക്കെ ഇട്ട് മെഴുകുതിരി എല്ലാം കത്തിച്ച് അവരെല്ലാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മളിതായി കാണുന്നത് കേട്ടോ. അപ്പം നിരഞ്ജന ഉൾപ്പെടെയുള്ള കുട്ടികളെല്ലാം ഹാളിലേക്ക് പ്രവേശിച്ചു. അപ്പം അവരെല്ലാം ആ ഒരു സൈഡിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ, ഇരിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കോളേജിനെ പറ്റിയുള്ള ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഹൈക്കോടതി ജഡ്ജും ബാക്കി വിശിഷ്ട അതിഥികളും എല്ലാം ഡയസിലേക്ക് വരികയാണ്. അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടി അവരെ സ്വീകരിച്ചു. അതിനുശേഷം ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം
ആദ്യമായിട്ട് സംസാരിച്ചത് അവിടുത്തെ പ്രിൻസിപ്പളാണ്. അപ്പം പ്രിൻസിപ്പൽ കുറച്ച് നേരം എല്ലാ കാര്യങ്ങളെയും കുറിച്ചും കോളേജിനെ കുറിച്ചും കുട്ടികളുടെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം അവിടുത്തെ മാനേജിങ് ഡയറക്ടർ സംസാരിച്ചു. അതിനുശേഷമാണ് നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജ് സംസാരിച്ചത്. അപ്പം അതിനുശേഷം ആദ്യം LLMന് റാങ്ക് നേടിയ കുട്ടികളെയെല്ലാം ആദരിച്ചു. അപ്പം അതിനുശേഷമാണ് LLB 5 ഇയർ 3 ഇയർ ബാച്ചുകളിലെ കുട്ടികൾക്കുള്ള ഈ ഒരു അവാർഡ് വിതരണം നടന്നത് കേട്ടോ. ആൽഫബറ്റ് ഓർഡർ അനുസരിച്ചാണ് കേട്ടോ പേരുകൾ വിളിച്ചിരുന്നത്. അപ്പം ആദ്യത്തെ പേര് അനു മുതൽ ആതിര, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്, നിരഞ്ജനയുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ കഴിഞ്ഞ് ജസീൽ, മിൻഡാന ഒക്കെ കഴിഞ്ഞിട്ട് ആണ് നിരഞ്ജനയെ വിളിച്ചത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സന്തോഷ മുഹൂർത്തത്തിന്, പേരൻസിനെ സംബന്ധിച്ച് ഇത്രയും ഒരു നല്ല സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ പേരൻസിൻ്റെയും ഉള്ളിൽ ഉണ്ട് അവരവരുടെ മക്കൾ നല്ല സേഫായിട്ട് നല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് എല്ലാം ചെയ്ത് നല്ല ഒരു സെറ്റിലായി നിൽക്കണം എന്നുള്ളത് എല്ലാ മാതാപിതാക്കളുടെയും ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മളും അതുപോലെ തന്നെ വിഭിന്നമൊന്നുമല്ല. അപ്പം അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമുക്കിവിടെ ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. ശേഷം ക്ലാസ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തും കോളേജിനെ പ്രതിനിധീകരിച്ചുമൊക്കെ സ്റ്റുഡൻസ് സംസാരിച്ചു. ബാക്കി വിശിഷ്ട അതിഥികൾ സംസാരിച്ചു. അതിനുശേഷം നാഷണൽ ആന്തമായിരുന്നു. അപ്പം അതിനുശേഷം ഫോട്ടോഷൂട്ടുണ്ട്. അപ്പം അതിനുശേഷം ഫുഡുണ്ട്. അപ്പം നമുക്ക് അതിനുശേഷം പിരിയാം. ഓക്കെ. നാഷണൽ ആന്തത്തിന് ശേഷം എല്ലാവരും ഫോട്ടോയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഗ്രൂപ്പായിട്ട് നിന്ന് ടീച്ചേഴ്സിനോടും വിശിഷ്ട അതിഥികളോടും ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു അവർക്ക്. കാരണം എല്ലാവരും നല്ല ആടിപ്പാടിയൊക്കെയാണ് കേട്ടോ നിന്നത്. അതിൻ്റെയൊക്കെ നിരഞ്ജന വന്നു ഞങ്ങളിതെല്ലാം കാണിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് താഴേക്ക് പോകണം. അതിന് മുമ്പ് നമ്മുടെ പരിചയക്കാരെ എല്ലാം അവിടെ വെച്ച് കണ്ടു. ഫ്രണ്ട്സിനെയും പേരൻസിനെയും എല്ലാം അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് താഴേക്ക് പോയി. അപ്പം അല്ലസറിൻ്റെ ആ ഒരു കോളേജിൻ്റെ മുൻവശത്താണ് ആ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും നിന്നത്. അപ്പം അതും ഞങ്ങളും അങ്ങനെ തന്നെ അവിടെയൊക്കെ നിന്ന് തന്നെയാണ് ഫോട്ടോ എടുത്തത്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫോട്ടോകൾ കേട്ടോ. പിന്നെ ബാലുക്കുട്ടനെയും കൂടെ നിർത്തി നിരഞ്ജന ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ. അപ്പം അതിനുശേഷം കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കൂപ്പൺ പ്രകാരം ഞങ്ങൾ പോയി ക്യൂ നിന്ന് ഫുഡ് വാങ്ങിച്ചു. അപ്പം ബുഫേ ആയിരുന്നു. ബിരിയാണിയും സാലഡും ഒക്കെ ആയിരുന്നു. അപ്പം അതെല്ലാം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ അല്ലസർ നിറച്ച് വ്ളോഗർമാരാണ് കേട്ടോ. അപ്പം അവിടെ വെച്ച് ഞാനൊരു വലിയ വ്ളോഗറെ കണ്ടു കേട്ടോ. നമ്മളെ ബിന്ദു സ്ട്രീമിലെ ബിന്ദു ടീച്ചറിനെ കേട്ടോ. അപ്പം ഞങ്ങളവിടെ വെച്ച് സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്താണ് പിരിഞ്ഞത്. പിന്നെ നമ്മൾ കണ്ടത് നിരഞ്ജനയുടെ ക്ലാസ്സിൽ തന്നെയുള്ള നിയാസിനെയാണ്. പത്രക്കാരൻ വ്ളോഗ്സ് എന്ന പേരിലുള്ള ചാനലിൻ്റെ ആളാണ് കേട്ടോ ഈ നിയാസ് എന്ന് പറഞ്ഞാൽ. മിടുക്കനാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെ കാണാനായിട്ട് പോയി കേട്ടോ. നിയാസേ അറിയൂ? എന്നെ കാണാൻ കൂട്ടുകാരോടൊക്കെ യാത്രയെല്ലാം പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് നിരഞ്ജനത അല്ലസറിൻ്റെ പടി ഇറങ്ങുകയാണ്. അപ്പം വളരെ സങ്കടമൊക്കെ കാണുമായിരിക്കും. 3 വർഷം പഠിച്ചതൊക്കെ അല്ലേ. ഓക്കെ. അപ്പം ഞങ്ങളിതാ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്നതുപോലെ അവരിതാ സ്കൂട്ടറിൽ കയറി നിരഞ്ജനയും അഭിരാമിയും കൂടെ പോവുകയാണ്. ചാത്തന്നൂരേക്ക് വരികയാണ്. അപ്പം ഞങ്ങൾ കാറിലായിട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കോളേജിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിനെക്കാട്ടിയും ഇരട്ടി സന്തോഷമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം ഡിഗ്രിയുമായിട്ട് മടങ്ങുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ കോളേജിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനായി കുട്ടികളെല്ലാം ഒരുങ്ങിയാണ്.
അങ്ങനെ ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചതിൻ്റെ സന്തോഷത്തിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.